ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയുന്നതിലുപരി അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കാം. ദൈവമേ, പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കൂട്ടുകെട്ടുക മുഖേന പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾക്ക്, ദുശീലങ്ങൾക്ക് അടിപ്പെട്ടു പോയ എല്ലാ മക്കളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 2-3 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അഭിലാഷങ്ങൾക്ക് മക്കളെ നിങ്ങൾ അടിമപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കേറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീരുണക്ക മരമായി തീരുകയും ചെയ്യും. ദൈവമക്കളെ, ഈ ലോകത്തിന് അനുരൂപരായിട്ട് നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ അഭിലാഷങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള ബന്ധനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വശ്യതകളിൽ നിന്ന് കർത്താവെ, അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിന്റെ തിരുവചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക. കർത്താവ് ഏതെങ്കിലും തരത്തിലുള്ള ജഡികാസക്തിയോ അല്ലെങ്കിൽ മദ്യപാനാസക്തിയോ അല്ലെങ്കിൽ ധനാസക്തിയോ ഏതെങ്കിലും മക്കളെ തകർക്കുന്നുണ്ടെങ്കിൽ, മനസ്സിനെ, ശരീരത്തിനെ, ആത്മാവിനെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആ വചനത്തിന്റെ സംരക്ഷണ കോട്ട കെട്ടി കർത്താവെ, ഈ ലോകത്തിന്റെ ഒരു തരത്തിലുള്ള മോഹങ്ങളിലേക്ക് ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തെയോ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ചിന്തിക്കാതെ അല്ലെങ്കിൽ നയിക്കാതെ ദൈവമേ നീ കാത്തുപരിപാലിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവിന്റെ വലിയ ശക്തി അല്ലെങ്കിൽ മധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി വചനത്തിന്റെ കൊട്ടുകെട്ടി യേശുനാമത്തിന്റെ ശക്തിയാൽ നമ്മെ, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.